ഗൈസ് ആദ്യം തന്നെ നമുക്ക് കൂളൻ്റ് ടാങ്കിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഓക്കെ, കൂളൻ്റ് ടാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഫുള്ള് ചെളിയാണ്. ഇത് ശരിക്കും ചെളിയല്ല, കൊറോഷൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് വെള്ളത്തിൽ മിക്സായിട്ട് ഈ ഒരു കളറിലാണ് വരിക. വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൂളൻ്റ് മാത്രമേ വണ്ടിയിൽ ഒഴിക്കാവൂ. ഓക്കെ ഗൈസ്, ഞാൻ റാസി. നിങ്ങളിപ്പോൾ കാണുന്ന സിംഗിൾ ഓണർ 2015 മോഡൽ ആൾട്ടോ 800 ആണ്. സിംഗിൾ ഓണറാണ്, സിംഗിൾ ഡ്രൈവാണ് കേട്ടോ. ഈ കാർ നമ്മുടെ ഗ്യാരേജിൽ വന്നത് ഫുൾ സർവീസിനാണ്. ആദ്യം തന്നെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു മിസ്സിംഗ് ഉണ്ട്, എൻജിൻ മിസ്സിംഗ് ഉണ്ട്. അത് നമുക്ക് ആദ്യമായിട്ട് ഫൈൻഡ് ചെയ്യണം. അപ്പം ഈ ഒരു ഓണർ ഏകദേശം ഒരു 80,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇത് ഓടിച്ചിട്ടുണ്ട്. അപ്പം ടൈമിംഗ് ചെയിൻ നമ്മളിപ്പം ചെയ്യുന്നില്ല, ടൈമിംഗ് ബെൽറ്റ് ഇപ്പോൾ ചെയ്യുന്നില്ല, കുറച്ചുകൂടെ ഓടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു വർക്കിൽ തന്നെ അത്യാവശ്യം എക്സ്പെൻസ് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇഗ്നൈറ്ററാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏത് സിലിണ്ടറിൽ നിന്നാണ് മിസ് ഫയറിങ് വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. ഇതിനുള്ളൊരു സിമ്പിളായിട്ടുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത ശേഷം, അതായത് കോൾഡ് സ്റ്റാർട്ടാണ് ബെറ്റർ, അല്ലെങ്കിൽ എൻജിൻ ചൂടായിരിക്കും, നമുക്കവിടെ തൊടാനൊക്കെ പാടായിരിക്കും. അതായത് നമ്മൾ എൻജിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഗ്നേറ്റർ നമ്മൾ ഓരോന്നായി ഡിസ്കണക്ട് ചെയ്ത് നോക്കുക. അതായത് നമ്മൾ ഏത് ഇഗ്നേറ്റർ ഡിസ്കണക്ട് ചെയ്യുമ്പോഴാണോ എൻജിനിൽ വേറെ വേരിയേഷൻ ഒന്നും കാണാതിരിക്കുന്നത്, ആ ഒരു ഇഗ്നേറ്റർ നമുക്ക് ആദ്യം നോക്കാം. പക്ഷെ നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഇഗ്നേറ്ററാണ് പ്രശ്നം എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അതിന് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വൈപ്പ് ചെയ്യണം. അതായത് നമ്മൾ ഫസ്റ്റ് സിലിണ്ടറിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത ഇഗ്നേറ്ററിനെ നമുക്ക് സെക്കൻഡ് സിലിണ്ടറിലേക്ക് ഇടാം. എന്നിട്ട് ആ ഒരു വേരിയേഷൻ ആ സിലിണ്ടറിൽ കാണിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാറ്റിയിടുന്നുണ്ട് ഇഗ്നേറ്റർ. അതായത് ഇഗ്നേറ്റർ മാറ്റിയിട്ടിട്ടും നമുക്ക് ആ ഫസ്റ്റ് സിലിണ്ടറിൽ തന്നെയാണ് മിസ് ഫയർ കാണിക്കുന്നതെങ്കിൽ നമുക്കിതിൻ്റെ സ്പാർക്ക് പ്ലഗ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം, അല്ലെങ്കിൽ ഇഞ്ചക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക്കൽ പ്രോബ്ലംസോ ECM കംപ്ലൈൻറ്റോ ഒക്കെ ആയിരിക്കാം. പക്ഷെ നമുക്കിവിടെ കിട്ടുന്നത് ഇഗ്നേറ്റർ തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ ഈ സെക്കൻഡ് സിലിണ്ടറിലേക്ക് മാറിയിട്ടപ്പോഴും അവിടെയും ആ ഒരു വേരിയേഷൻ സെയിം ആണ്. അതായത് അവിടെ വെച്ച് ഞാൻ ഡിസ്കണക്ട് ചെയ്യുമ്പോഴും ഇതിന് വേറെ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഇഗ്നേറ്റർ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതാ നമ്മൾ ചെക്ക് ചെയ്യുന്നത് AC ആണ് കേട്ടോ. ഓക്കെ, ഇഗ്നേറ്റർ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മാറിയിട്ടു കേട്ടോ വാഹനത്തിന്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ മാത്രം കാണിക്കാം, അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, സോറി. അപ്പം നമ്മൾ ജെനുവിൻ പാർട്സ് തന്നെയാണ് കേട്ടോ ഇട്ടത്. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ലോ സൈഡിൽ തണുപ്പ് കുറവാട്ടോ, പക്ഷേ ഏകദേശം ഗേജിൽ പ്രഷറൊക്കെ കാണിക്കുന്നത് നോർമലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ AC ഗ്യാസ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. വേറെ ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം, അതുപോലെ ഈ ഫ്രണ്ടിലൊക്കെ കാണാൻ വേണ്ടി പറ്റും, നമ്മൾ വാഹനം ഒരുപാട് ഓടിക്കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇലയും പൊടിയും ഒക്കെ വീണിട്ട് നമ്മുടെ കണ്ടൻസറിൻ്റെ എഫിഷ്യൻസി ഒക്കെ കുറയും. അപ്പോൾ നമ്മൾ അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നത് ബ്രേക്സിലേക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്സ്. സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് ഷൂ, ബ്രേക്ക് പാഡ്, വീൽ സിലിണ്ടർ ഒന്നും തന്നെ മാറേണ്ട കാര്യമില്ല കേട്ടോ. എല്ലാം പെർഫെക്റ്റ് ആണ്, വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മളിതെല്ലാം ക്ലീൻ ചെയ്യണം. അത് നമ്മൾ അഴിച്ചെടുത്തിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത്, അതായത് നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റർ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണം. ഒന്നും മിസ്സിങ് ഇല്ല കേട്ടോ. നോർമലി അധിക വണ്ടികളിലും ഈ ഒരു സ്റ്റോപ്പറൊക്കെ മിസ്സിങ് ആയിരിക്കും, പക്ഷേ അതൊക്കെ ഓക്കെയാണ് ഈ ഒരു വാഹനത്തിന്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന വാഹനം കേട്ടോ. ഓക്കെ, നമുക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഇതിൽ കൂളൻ്റ് മാറ്റി വെള്ളം ഒഴിച്ചിടും. ഓക്കെ, ഇപ്പം ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ബാക്ക് സൈഡിലൊക്കെ തന്നെ ചെറിയ രീതിയിൽ റിയർ എൽബോ ഒക്കെ ലീക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ തുടക്കത്തിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം പിന്നെ നമ്മൾ വാഹനം ഉപേക്ഷിക്കേണ്ടി വരും കേട്ടോ. അതായത് ഒന്നുകിൽ വാഹനം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ വാഹനത്തിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹെഡ്, ബ്ലോക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം പാസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊറോഷൻ വന്ന് അവസാനം ആ പാർട്ടൊക്കെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഹെഡൊക്കെ മാറേണ്ട വന്നാൽ നമുക്കറിയാം നല്ല പൈസ സ്പെൻഡ് ചെയ്യാവും. ഓക്കെ ഗൈസ്, അപ്പം ഈ ഒരു ഭാഗങ്ങൾ, ത്രോട്ടിൽ ബോഡി, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പുതിയ വാഹനങ്ങളിൽ കൂളൻ്റ് കടന്നു പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും. അതായത് കൂളൻ്റ് എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നു പോകും. ത്രോട്ടിൽ ബോഡി അതുപോലെയുള്ള പാർട്ടുകളിലൂടെയൊക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കൂളൻ്റ് ആണോ എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇത് കാണുന്നത് റിയറിൽ വരുന്ന ഒരു റിട്ടേൺ ലൈനാണ് കേട്ടോ കൂളൻറ്റിൻ്റെ. ഇത് ഡയറക്റ്റ് ഹെഡിലാണ് ഫിക്സ് കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു പീസ് ദ്രവിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹെഡ് ഇറക്കിയിട്ട് വേണം ഇതിൻ്റെ വർക്ക് ചെയ്യാൻ കേട്ടോ. ഇവിടെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് മേടിച്ച വാഹനം നിങ്ങൾ കെയർ ചെയ്യാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ പണികൾ വരും.
നമ്മൾ ഇതിൻ്റെ ഹോസുകളെല്ലാം തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. അതായത് എല്ലാ ഹോസും ഹാർഡായിട്ടുണ്ട്, അതായത് വെള്ളം ഒഴിച്ച് ഓടിയിട്ട് ഹോസുകളൊക്കെ ഹാർഡായിട്ടുണ്ട്. ഞാനതൊക്കെ കട്ട് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഹീറ്റർ കോറിന് ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ കൂളൻ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത സമയത്ത് ഇതാണ് നിങ്ങൾ കണ്ടത്. അതായത് നമ്മൾ വളരെ മോശമായിട്ടുള്ള വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. അത് കുറേ കാലം കഴിയുമ്പോൾ ചെറിയൊരു അംശമൊക്കെ ഉണ്ട്, ഒരു ചെറിയൊരു പച്ച കളർ കാണാം. ഓക്കെ, എനിവേ ഗൈസ്, അടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തെർമോസ്റ്റാറ്റ് വാൽവ് ആട്ടോ. ഈ തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. തെർമോസ്റ്റാറ്റ് വാൽവ് സ്റ്റക്കാണ്, അതായത് ഓപ്പൺ പൊസിഷനിൽ സ്റ്റക്കാണ് കേട്ടോ, ക്ലോസ് പൊസിഷനിലല്ല. ക്ലോസ് പൊസിഷനിൽ സ്റ്റക്കായി കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് കാണിക്കും. ഇത് ബെൻഡായി പോയിട്ടുണ്ട്, അതായത് കാലപ്പഴക്കം, വെള്ളം, അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാരണം. അത് ബെൻഡായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഐഡിയ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ വാഹനം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കുറേ കാലം നമ്മൾ ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിലരൊക്കെ വാഹനം റീപ്ലേസ് ചെയ്യും, പുതിയ വാഹനം മേടിക്കും അത് കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പുതിയ വാഹനം വേണ്ട, പഴയത് തന്നെ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റാക്കിൻ്റെ സിറ്റുവേഷൻ ആദ്യം നോക്കട്ടെ, എന്നിട്ട് ഇത് റിപ്പയർ ചെയ്യാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു റാക്ക്, ഈ ഒരു സ്റ്റിയറിംഗ് റാക്ക് റിപ്പയർ ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. കാരണം നല്ല രീതിയിൽ ആട്ടമുണ്ട്, മാത്രമല്ല ഇതിൻ്റെ റാക്കിനെല്ലാം കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ റസ്റ്റും അതുപോലെ തന്നെ ഒക്കെ കാണാൻ പറ്റും, കൊറോഷനാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് പുതിയ ബുഷൊക്കെ ഇട്ട് കൊടുത്താലും ഇത് കുറച്ച് ഓടുമ്പോഴേക്കും വീണ്ടും അടി തുടങ്ങും, റാക്ക് ക്ലീൻ അല്ല. ഓക്കെ, അപ്പോൾ നമുക്കുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്തായാലും റിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് 10,000-3000 രൂപ ചിലവ് വരും. ഇതിന് ഒരു 4,000 രൂപയുടെ അകത്തേ ഉള്ളൂ പുതിയ ബോക്സിൻ്റെ റേറ്റ്, ജെനുവിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ബോക്സ് മാറാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. പുതിയ റാക്ക് മേടിക്കുമ്പോൾ എൻഡ് ടു എൻഡ് ആയിരിക്കും വരും, അതായത് ടയറോഡ് എൻഡ് മുതൽ അപ്പുറത്തെ ടയറോഡ് എൻഡ് വരെ എല്ലാ പീസും കാണും. എന്തായാലും നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ പുതിയത് ഇടണം, അത് നോക്കുമ്പോൾ ലാഭമാണ്. ഓക്കെ, അടുത്തതായിട്ട് ഗിയർ ബോക്സ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, ക്ലച്ച് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ലീക്ക് ഉണ്ടായിരുന്നു, ഗിയർ ഓയിൽ കുറവായിരുന്നു നമ്മുടെ ഗിയർ ബോക്സിൽ. അതുപോലെ തന്നെ ഇത് സ്പീഡ് സെൻസറാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്പീഡ് സെൻസർ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കുന്ന ക്ലച്ചാണ് കേട്ടോ. ഇതിൻ്റെ ക്ലച്ച് ഒരു തവണ ഇതിൻ്റെ ഓണർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫ്ലൈ വീൽ ബെയറിംഗ് ആണ്. ഓക്കെ, പൈലറ്റ് ബെയറിംഗ് എന്നൊക്കെ പറയും ഗൈസ്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഷീൽഡൊക്കെ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കാണുന്ന ക്ലച്ചാട്ടോ. ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വാല്യൂ അല്ല ഇതിൽ കാണുന്നത് കേട്ടോ. ഇത് വേറൊരു ബ്രാൻഡാണ് ക്ലച്ച്, ബ്രാൻഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ ഒരു ക്ലച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതുപോലെ ഫ്ലൈ വീലിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല, ഫ്ലൈ വീൽ സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. മാക്സിമം ഫ്ലൈ വീൽ പോളിഷ് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക ചെയ്യുന്നത്, കാരണം ആ ഒരു പീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോളിഷ് ചെയ്ത് ഉപയോഗിക്കാൻ നമ്മൾ അത്രയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ പോളിഷ് ചെയ്യുള്ളൂ കേട്ടോ. ഈ ഒരു ഫിംഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റാണ്. നിങ്ങളിപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ നിങ്ങൾ ഓടിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് ശരിക്കും വേദനിക്കും, അതുപോലെ ടൈറ്റാണ് ഇതിൻ്റെ ക്ലച്ച്. അതുപോലെ തന്നെ ഈ റിലീസ് ബെയറിങ്, ഇതിനെല്ലാം സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീൻസ് നമുക്കിപ്പം ഈ ഒരു പ്രശ്നം മാറുന്നുണ്ടെങ്കിൽ ഈ റിലീസ് ബെയറിങ് മാറേണ്ട കാര്യമില്ല, ബാക്കിയെല്ലാം മാറിയാൽ മതി. പക്ഷെ നമ്മൾ A to Z എല്ലാം ചേഞ്ച് ചെയ്താൽ പോകുന്നത്, പിന്നെ നമുക്കത് അഴിച്ചിറക്കേണ്ട ഒരു ആവശ്യം വരരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഫോർക്കൊക്കെ ടൈറ്റാണ്, ഫോർക്ക് ലിവർ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പ്രോപ്പറായിരിക്കണം ക്ലീനിങ്, അതായത് നമ്മൾ അകത്തുനിന്ന് ഒരു രീതിയിലുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്, പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പാർട്സ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ജെനുവിൻ പാർട്സാണ്, ഫുൾ മാരുതി സുസുക്കിയുടെ ജെനുവിൻ പാർട്സാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. ഇത് ക്ലച്ച് കേബിളാണ്, A to Z ചേഞ്ച് ആണ്. അതായത് വാഹനം ഓടിക്കുമ്പോൾ ആ പുതിയ ഫീല് കിട്ടണം. നമ്മൾ പുതിയ വാഹനം മേടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സെയിം ഫീലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം ഇതിനെ മാറ്റുന്നുണ്ട്. ഇനി പുതിയ തെർമോസ്റ്റാറ്റ് വാൽവ് ഞാൻ കാണിച്ചു തരാം. ഈ തെർമോസ്റ്റാറ്റ് വാൽവിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അതായത് ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ അധിക വാഹനങ്ങളിലും ഉണ്ടാവാറില്ല കേട്ടോ. പഴയ വാഹനങ്ങളിലൊക്കെ ഇത് ഊരി കളയാറാണ് പതിവ്. പക്ഷേ ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ എൻജിൻ ലൈഫിൻ്റെ മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. മൈലേജ് വരെ ഈ തെർമോസ്റ്റാറ്റ് വാൽവ് കൺട്രോൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ പെട്ടെന്ന് തന്നെ വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് വരണമെങ്കിൽ ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് വേണം. ഓക്കെ ഗെയ്സ്, ഇപ്പോഴത്തെ വണ്ടികളൊക്കെ സെൻസർ ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ നിരീക്ഷിക്കുന്നുണ്ട് വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ, എൻജിൻ ടെമ്പറേച്ചർ. അതിനനുസരിച്ചാണ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുക കേട്ടോ. അപ്പം ഈ വാൽവൊക്കെ ഓപ്പൺ ആണെങ്കിൽ എൻജിൻ ഹീറ്റായി വരാൻ നല്ല ടൈം എടുക്കും. ഓക്കെ ഗെയ്സ്, അപ്പോൾ ഞാൻ അടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു പഴയ പാർട്ടുകളാട്ടോ. നമ്മളിതെല്ലാം പഴയതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, എന്നിട്ട് സെയിം ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് മോട്ടീവുകളുടെ ഗിയർ ഓയിലാട്ടോ. ഓക്കെ, നല്ല ഓയിലാണ്. ഓക്കെ, നമ്മൾ ഗിയർ ഓയിൽ എപ്പോഴും ചേഞ്ച് ചെയ്യേണ്ട. നമുക്കൊരു 30,000-40,000 കിലോമീറ്റർ ഒക്കെ കൂടുമ്പോൾ ചേഞ്ച് ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ പുതിയ ക്ലച്ച് എടുത്തു. വാല്യൂ ആണ് ക്ലച്ച് കേട്ടോ. ഇതിൻ്റെ പാക്കറ്റൊന്നും പൊട്ടിച്ചിട്ടില്ല. നിങ്ങൾ ക്ലച്ച് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, പാക്കറ്റ് പൊട്ടിച്ച ക്ലച്ചാണോ എന്നുള്ളത്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പൊട്ടിച്ചതായിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഗെയ്സ് ഈ ഒരു ക്ലച്ച് നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു പഴയ ക്ലച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പഴയ ക്ലച്ചിൻ്റെ ഫിംഗറിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതായത് മീൻസ് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവിടെ 10 പേര് ചേർന്ന് ചെയ്യുന്ന ജോലി ഇപ്പുറത്ത് 5 പേരാണ് ചെയ്യുന്നത്. അതായത് മീൻസ് ആ ആളുകൾ പെട്ടെന്ന് ടയേർഡാവും. മീൻസ് അത്രത്തോളം ആ ഒരു പെർഫെക്ഷൻ കുറയും കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ജെനുവിൻ പാർട്ട് തന്നെ യൂസ് ചെയ്യുക. ചിലപ്പോൾ 500-600 രൂപയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരുപാട് കാലം നമ്മൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എനിവേ ഗൈസ്, ഇപ്പോൾ നമ്മൾ സീല് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗിയർ ഓയിലിൻ്റെ സീല് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഗിയർ ഓയിലിൻ്റെ സീല് ക്രാക്ക് ആയിട്ടുണ്ട്. അത് ക്രാക്ക് ആവാനുണ്ടായ റീസൺ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതായത് നമ്മളെ ആക്സിലിൻ്റെ ഒരു ഡസ്റ്റിനെ കവർ ചെയ്യാനുള്ളൊരു പാർട്ടാണത്. ആ ഒരു പാർട്ട് ഡാമേജ് ആണ് അവിടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പുതിയ സീല് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡാമേജ് ആയ ഭാഗം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ പുതിയ സീല് ഇട്ടുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡാമേജ് ആയ ഏരിയ ഞാൻ കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് ഇങ്ങനെ ചെയ്തു പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെപ്പോഴും അതൊരു ഡിസ്റ്റർബ് ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് ചെയ്യാതെ വിട്ടല്ലോ, മീൻസ് അത് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കി. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും എവിടെയാണ് ഡാമേജ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആക്കി നമ്മൾ ചെയ്തു. ഇനിയിപ്പം ചെയ്യാൻ പറ്റാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറയും ഓണറുടെ അടുത്ത്. ഓക്കെ, അപ്പം ഗിയർ ബോക്സിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് സെൻസർ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം, അതായത് ഒരു പ്രശ്നവുമില്ലാത്ത ഒരു പാർട്ട് എന്തിനാണ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു വാഹനം ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിനടക്കം അടുത്ത് പഴക്കം വന്നൊരു വാഹനമാണ്. അതായത് ഇനി ഏതെങ്കിലും കാലം കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഓണറിന് ഒരു സ്പീഡ് സെൻസർ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ ഒരു സെൻസർ മാറാൻ ചിലപ്പം ഗിയർ ബോക്സ് തന്നെ ഫുള്ളായിട്ട് അഴിക്കേണ്ടി വരും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ എല്ലാ ഗിയർ ബോക്സുകളും അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് സെൻസർ നമ്മൾ റിമൂവ് ചെയ്ത് ഗ്രീസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹം നമ്മളെ തന്നെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. മേ ബി അയാൾ എൻ്റെ അടുത്ത് ചോദിക്കും, നീ അന്ന് എന്തുകൊണ്ട് ഇത് ക്ലീൻ ചെയ്തിട്ടില്ല എന്നൊക്കെ. അപ്പം ഗിയർ ബോക്സ് അഴിക്കാതെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻസർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം നമ്മൾ 1-2 വാഹനങ്ങൾക്ക് സ്പീഡ് സെൻസർ അയക്കാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ വാഹനം ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് ഫിക്സ് ചെയ്യാം. തെർമോസ്റ്റാറ്റ് വാൽവ് നമ്മൾ ഫിക്സ് ചെയ്തു. ഈ കാറിൻ്റെ കൂളിംഗ് സിസ്റ്റം സൈഡ് നോക്കുകയാണെങ്കിൽ ഇനി മാറാനുള്ള കാര്യങ്ങൾ ഒന്ന് റേഡിയേറ്റർ, ഹീറ്റർ കോർ, അതുപോലെ വാട്ടർ പമ്പാണ്. വാട്ടർ പമ്പ് നമ്മൾ ടൈമിംഗ് ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഈസിയാണ്. അതുപോലെ റേഡിയേറ്റർ, ഹീറ്റർ കോർ ലീക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മാറുന്നത് കേട്ടോ. മേ ബി നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ റേഡിയേറ്റർ മാറാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യും. കാരണം കുറച്ച് പഴക്കമുണ്ട് റേഡിയേറ്ററിന്. എന്തായാലും നമ്മൾ എല്ലാ പാർട്ടുകളും പുതിയതാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കാരണം വണ്ടി ദൂരയാത്രകളൊക്കെ പോകുമ്പോൾ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ബ്രേക്ക് ഡൗൺ കാര്യങ്ങളും തന്നെ ഉണ്ടാകാൻ പാടില്ല. അപ്പം ഈ ഒരു ഹോസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗിയർ ഓയിലാണ്. അപ്പോൾ നമ്മൾ ഗിയർ ഓയിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് ചൂസ് ചെയ്യുക. ഓക്കെ, ഈ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക. മാത്രമല്ല കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതായത് ഗിയർ ഓയിലൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടാനുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ലൈഫ് എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പം നല്ല സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ മേടിച്ച കാറാണ്, അപ്പം നമ്മൾ ആ രീതിയിലുള്ള മെയിൻ്റനൻസ് അതിന് കൊടുക്കുക. അപ്പം ഗിയർ ഓയിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറിലുള്ള ഓയിലാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ് ആണ് കേട്ടോ. ഓക്കെ, സ്റ്റിയറിംഗ് റാക്ക് അത് നമ്മൾ പുതിയത് മേടിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും പുതിയത് നമുക്ക് കിട്ടും. വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു സൈഡിൽ നമ്മുടെ സസ്പെൻഷൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രേക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂളൻ്റ് കാറിലേക്ക് ഫില്ല് ചെയ്യുന്നുണ്ട്. കൂളൻ്റ് നമ്മൾ 1:3 മിക്സ് ചെയ്ത കൂളൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓരോ കൂളൻ്റെ പിറകിൽ എഴുതിയിട്ടുണ്ടോ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നുണ്ട് കാറിലേക്ക്. അപ്പോൾ ഗ്യാസ് റീപ്ലേസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. AC നല്ല പെർഫെക്റ്റായി.
AC ഫിൽറ്റർ നമ്മൾ പുതിയതിട്ടു. ഇനി നമ്മൾ അലൈൻമെൻ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ബോക്സ് മാറിയതുകൊണ്ട് തന്നെ അലൈൻമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ടെക്നീഷ്യൻ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കി പെർഫെക്റ്റ് ആണോ നോക്കിയിട്ട് അലൈൻമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നു. ഈ വണ്ടി ഓടിച്ചപ്പം ഭയങ്കര ഫീലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പുതിയ വണ്ടി ഓടിക്കുന്ന സെയിം ഫീലായിരുന്നു ഈ വണ്ടി ഓടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. എന്തായാലും ഇതിൻ്റെ ഓണർ ഹാപ്പിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അപ്പം നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഈ ഒരു പാർട്ട് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു പീസൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ മാറിയിട്ടു. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.